നിങ്ങൾ ഈ രണ്ട് അടിമാടന്മാരെ അവൻ ഒറ്റയ്ക്ക് തല്ലി താഴ്ത്തിട്ട് പെണ്ണിനെയും കൊണ്ട് കടന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺബിലീവബിൾ. വിശ്വസിക്കാൻ പറ്റുമോ ആശാനെ? ഏയ് എവിടെ വിശ്വസിക്കാൻ? അല്ല സാർ, അവൻ നല്ലൊരു ഫൈറ്ററാണ്. വേണ്ട വേണ്ട, അതേപ്പറ്റി ഒന്നും പറയണ്ട. അവന്റെ ഫൈറ്റിന്റെ വിശേഷം ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. നിങ്ങൾ എന്തുകൊണ്ട് അവനെ ഫോളോ ചെയ്തില്ല? അവൻ ബൈക്ക് അടിച്ചോണ്ട് പോയില്ലേ? എടോ, അത് ഒരെണ്ണം, വേറെ ഒരെണ്ണം ഇല്ലായിരുന്നോ? അതെ, ഈ കണ്ടീഷനിൽ ഞങ്ങൾ എങ്ങനെ അവനെ ഫോളോ ചെയ്യാനാണ് സാർ? അവൻ ഞങ്ങൾ അടിച്ച് നിരപ്പാക്കിയില്ലേ? പിന്നെ ഈ കണ്ടീഷനിൽ കൊട്ടാരം തപ്പി പിടിച്ച് ഇവിടെ വരെ വന്നത് എങ്ങനെയാ? നഷ്ടപ്പെട്ട ബൈക്കിന്റെ കാശ് തിരിച്ചു തരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഇല്ല സാർ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിലും ആ കുട്ടിപോയ റൂട്ടിന്റെ ഹിന്റല്ലേ സാർ? ദാ കിടക്കുന്നു. ആ, നിങ്ങൾ ഏതായാലും പുറത്തു പോയിരിക്കേ. എന്നാ കാര്യത്തിന്? അതൊക്കെ പറയാവുന്നേ. നിങ്ങൾ ചെല്ലേ. പൈസയുടെ കാര്യം തരാനോടോ? എന്തിനാണോ? എടോ, ആ രവിവർമ്മയോട് ഇതിനെപ്പറ്റി ആലോചിക്കണ്ടേ? ഏതായാലും ഇവന്മാർ അവനെ നേരെ കണ്ടതല്ലേ? വിഷ്ണു, പരമശിവനോ ബ്രഹ്മാവോ ആര് വേണേലും കൊണ്ടുപോട്ടെ, ഞാൻ ആശ കളഞ്ഞു. എനിക്ക് വേണ്ട, തല വലിച്ചാ മതി. തമ്പുരാൻ ഈ സമയത്ത് എന്നെ കൈവിട്ട എന്താ ഞാനിവിടെ കൂടി പാർക്കണോ? ഞാനിവിടെ അതിഥിയല്ലേടോ. ഒരു ശേഷം മറ്റവർത്താനം പറയരുത്. നിങ്ങൾക്ക് വേണ്ടില്ലേ ഞാൻ ഈ പുലിവാലൊക്കെ പിടിച്ചത്? എന്ത് പുലിവാല പിടിച്ചു? ഞാനൊരു ഗസ്റ്റ് ആയിട്ട് വന്നു, 2-3 ദിവസം താമസിച്ച് പോവാന്ന് വെച്ചു. എന്താ ഞാൻ അവിടെ തല്ലിയോ, കൊന്നോ, അല്ല റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ലല്ലോ. നമ്മൾ തമ്മിൽ തല്ലേണ്ട സമയമല്ല ഇത്. പെണ്ണ് എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ ഞാൻ മാത്രമല്ല നിങ്ങളും കുടുങ്ങും. തന്നെ സർക്കാർ നോക്കാൻ ഏൽപ്പിച്ച കൊട്ടാരം, തമ്പുരാട്ടി, സ്വത്തുക്കൾ താൻ അപ്പോയിന്റ് ചെയ്തൊരു സാറിന്റെ കൂടെ അവൾ ഓടിപ്പോയി. ഇതിന് ഞാൻ എന്തിനാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്? അതിന്റെ പുറകെ ഞാൻ തോന്നുന്നത് എന്തിനാ? താനും കൂടി അറിഞ്ഞുകൊണ്ടാ അവൾ അവന്റെ കൂടെ ഓടിപ്പോയെന്ന് ഞാൻ പറഞ്ഞാലോ? മാത്രമല്ല, താൻ വിഴുങ്ങിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും, ലക്ഷക്കണക്കിന്. അയ്യോ, എന്നെ ഇതിന്റെ ഇടയിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ റിസീവർ സാറേ ഒരു നടക്ക് പോവില്ല, ജീവിതം മുഴുവൻ അഴിയണ്ടേണ്ടി വരും. തമ്പുരാനെ. താങ്ക്സ് അലോട്ട്. ബൈ. എന്തിനാണോ പ്രാവുന്നത്? ആ പരമതന്റെ പറഞ്ഞിട്ട് പോയി വർത്തമാനം കേട്ടോ തോമാച്ച? അതെന്തെങ്കിലും ആകട്ടെ, പോലീസിന്റെ കൈപ്പെട്ട അവള് തനിക്കെതിരെ മൊഴി കൊടുക്കുന്നുള്ള ഉറപ്പാ. ആ വിഷ്ണുവിന്റെ അഡ്രസ്സില്ലേ? ഇതുപോലത്തെ കള്ളത്തിരുമാലയൊക്കെ ശരിയായ അഡ്രസ് വരുമോ തോമാച്ച? ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഇറങ്ങടി. എന്ത് പറ്റി വിഷ്ണു? നോക്കട്ടെ. ഓ, പെട്രോൾ തീർന്നു. ഇനി എന്ത് ചെയ്യും? ബസ് കിട്ടുമോ? ബസ്സോ? ഈ വഴിക്ക് വല്ല ലോറിയും കിട്ടിയ ഭാഗ്യം. പക്ഷെ അതിനുവേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്ന റിസ്കാ. പിന്നെ എന്ത് ചെയ്യും? ഓടാ. വിഷ്ണു, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117
അയ്യോ വിഷ്ണു ചത്തോ? ഏയ് നല്ല തണുത്ത കാറ്റടിക്കും വേണ്ടി ചോക്കോളൂ. ആ തുഴയെടുത്തോ. ബാ. വിഷ്ണു എനിക്ക് വയ്യ. ദേ ഇനി ഇത്തിരി കൂടെ പോയാ മതി. വീടെത്തിയോ? വീടോ? ഇത്തിരി കൂടെ പോയാ തൽക്കാലം ഈ രാത്രി കഴിയാൻ ഒരിടം. നേരം വെളുത്ത് പിന്നെ ഒരു 5 കിലോമീറ്റർ നടന്ന റോഡ്. അവിടുന്ന് ബസ് കിട്ടിയാൽ 2 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താം. അയ്യോ. എന്താ പേടിയുണ്ടോ? വിഷ്ണുവിനെയോ? അല്ല, ഈ കാടിനെ, രാത്രിയെ. വിഷ്ണു ഉണ്ടല്ലോ, എനിക്ക് ഒന്നിനെയും പേടിയില്ല. നാളെ വിഷ്ണുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ ആരാണെന്ന് പറയും? തമ്പുരാട്ടിയാണെന്ന് പറയും. അയ്യോ വേണ്ട, അവരൊക്കെ പേടിക്കും. പിന്നെന്തെയും? ഒരു 3 മാസം അവിടെ ഒളിച്ചു താമസിക്കും. പിന്നെ ആരും പേടിക്കണ്ടല്ലോ. നേരെ കൊട്ടാരത്തിലേക്ക് പോവും. നമ്മൾ രണ്ടും, അമ്മയും ഉമ്മയും എല്ലാം. വിഷ്ണുവിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാവോ? ഉമ്മയ്ക്കോ? മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? നീലപ്പൂങ്കടമ്പിൽ കണ്ണൻ ചാരി നിന്നാൽ, നീലപ്പൂങ്കടമ്പിൽ കണ്ണൻ ചാരി നിന്നാൽ, നീളെ നീളെ പൂമാരി നീളെ പൂമാരി. മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? കാണാക്കാക്കുയിലായി കണ്ണൻ ഇന്നും വന്നോ? കാണാക്കാക്കുയിലായി കണ്ണൻ ഇന്നും വന്നോ? എന്റെ ഇന്നി പൂമാരി എന്റെ പൂമാരി. മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? ആഹാ മാണിക്യക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ?
ഗുഡ് മോർണിംഗ് വിഷ്ണു. വിഷ്ണു, പേടിക്കണ്ട, ഞാനല്ലേ ഉള്ളത്. താങ്ക് യു വിഷ്ണു, താങ്ക് യു വെരി മച്ച്. ഇതാ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിക്കോ. അയ്യോ, നമ്മൾ തമ്മിലോ? എനിക്ക് സാറിന് വിശ്വാസമാ. വിഷ്ണു, ഇനി ഇതിനെന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിക്കോ. വെയിറ്റ് പോലും കുറഞ്ഞിട്ടില്ല. വാ. എന്റെ പൊന്നു തമ്പുരാട്ടി, തിരുവിളക്കിടന്നുണ്ടാവരുത്. അടിയൻ പാട്ട് പഠിപ്പിക്കാനൊന്നും അല്ല അവിടെ വന്നത്. തമ്പുരാട്ടിയെ തട്ടിയെടുത്ത് ദേ ഈ നിൽക്കുന്ന തമ്പുരാന് കൊടുക്കാൻ അച്ചാരവും പറഞ്ഞുറപ്പിച്ചിട്ടാ വന്നത്. അല്ല, സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏയ് വാ എന്റെ മോളെ, തുറക്കടാ. തമ്പുരാന്റെ ആ വരവായി പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കും പുഷ്പം പോലെ ഞാൻ തമ്പുരാട്ടെ കൊണ്ട് തന്നേനെ. എന്നോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. പ്രേമം. ഇല്ല തമ്പുരാട്ടി, കള്ളം പറയരുത്. ഇഷ്ടമായിരുന്നില്ല എന്നെ, ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ? നമുക്ക് പോവാം. ആ തങ്കജ, വണ്ടിയെടു. തമ്പുരാട്ടി, അടിയൻ തെറ്റൊന്നും ചെയ്തില്ല. രാജകുമാരിനെ ഏൽപ്പിച്ചു. ചതുവ, എന്നാലും പ്രാഗല്ലേ, പ്രാരാബ്ധം കൊണ്ടാ, ബുദ്ധിമുട്ടുകാരനാ. അപ്പോ അടിയൻ വിടകൊള്ളട്ടെ. സാറേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സാറേ. ഓക്കെ. ലക്ഷ്മി, ലക്ഷ്മി സാർ. ഒന്നുമില്ലടോ, താൻ ഡോർ തുറക്ക്. ആ വിട്ടോ. താങ്ക് യു, ബൈ. ഒന്നുമില്ലടി, ചെറിയൊരു മയക്കം. ഇത് സീരിയസ് ആണെന്ന് തോന്നുന്നു. ഒന്നുമില്ല, നീ ഒന്ന് ട്രൈ ചെയ്യ്, ഉണരും. ലക്ഷ്മി, 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 എന്നെ മനസ്സിലായില്ലേ? ഗീത. വെറും മയക്കമല്ല കേട്ടോ. അല്ല, സംതിങ് സീരിയസ്. ഛേ, നിന്റെ മെന്റൽ സ്ട്രെങ്ത് ഒന്നുമില്ല അവൾക്ക്. കൊച്ചുകുട്ടിയല്ലേ. അതല്ല സർ, ഏതെങ്കിലും ഒരു ഡോക്ടറെ വിളിക്കണം. മയക്കത്തിൽ നിന്ന് ഉണർന്ന് ബഹളം ഉണ്ടാക്കിയാലോ? ഹലോ, റിസീവർ ആണോ? അതെ, റിസീവർ. ആരാ സംസാരിക്കുന്നേ? ഞാൻ രവി വർമ്മ. എന്താ തമ്പുരാനെ? വിഷ്ണുവിനെ അന്വേഷിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല. വിഷ്ണു എന്റെ ആളാണ്. ഒരു പാട്ടുവാദ്യരുടെ വേഷത്തിൽ ലക്ഷ്മിയെ തട്ടുകൊണ്ടുവരാൻ ഞാനാണ് അവനെ അങ്ങോട്ട് അയച്ചത്. ലക്ഷ്മി ഇപ്പൊ എവിടെയാ? തന്റെ സാന്നിധ്യത്തിൽ എനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ അവളെ തട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ എപ്പോ ഇത് വിളിച്ചു പറഞ്ഞ എന്തിനാണെന്ന് അറിയാവോ? നമ്മുടെ രണ്ടുപേരുടെയും ഗുണത്തിനാണ്. താൻ ഇനി അവളെ അന്വേഷിക്കണമെന്നില്ല. പെണ്ണ് മേജർ ആവുമ്പോ ഞങ്ങൾ വിവാഹം കഴിച്ച് അവിടെ വരാം. ലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്തെന്നിരിക്കട്ടെ, കുടുംബത്തിന് താനായിരിക്കും. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. അതാണ് ഞാൻ ചെയ്യുന്ന ഫേവർ. പിന്നെ എന്നോട് മത്സരിച്ച് അവളെ തിരികെ തട്ടിയെടുക്കാനാണ് ശ്രമമെങ്കിൽ ലക്ഷ്മിയുടെ ശവം താൻ കാണും. അച്ഛാ, നേരെ താളയും കൂട്ടി അവൻ 2 അടിയും കൊടുത്ത് ആ പെണ്ണെ വിളിച്ചോണ്ട് പോകണം. ഫോൺ മാത്രം ബാവളിച്ച് നിന്നത്. എടാ മരക്കരുതേ, രവിവർമ്മ ബുദ്ധിരാക്ഷസനാ. അവൻ ഇത്രയും ധൈര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് പെണ്ണ് ബാംഗ്ലൂരിൽ അവന്റെ വീട്ടിലല്ല, വേറെ ഏതോ രഹസ്യ സ്ഥലത്താണ്. അതെവിടെയാണെന്ന് നീ എന്നല്ല നിന്റെ തന്ത വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവൻ പറഞ്ഞ പോലെ ഹേബിയസ് കോർപ്പസ് കൊടുത്താലും നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആലോചിക്കണം. ആലോചിച്ച് വരുമ്പോഴത്തേക്ക് അവൻ പെണ്ണെ തല്ലിക്കൊന്ന് കെട്ടി തൂക്കും. എന്തിന്?
ലക്ഷ്മി ജീവിച്ചിരിക്കേണ്ടത് നമ്മളെക്കാൾ ആവശ്യം അവനാണ്. പിന്നെ കൊന്ന കൊലക്കുറ്റ എന്റെ തലേ ചാരാമെന്നല്ലാതെ അവൻ എന്താ ഗുണം?